താഴ്വര ഭാഗം 3. അസ്തമയ സൂര്യന്റെ മങ്ങിയ വെളിച്ചത്തിൽ അനന്തമായി നീണ്ടുകിടന്ന ഗോതമ്പ് പാടം കാറ്റിൽ മെല്ലെ ആടിയുലഞ്ഞു. 6 വയസ്സുകാരി ലാമി ഉയരമുള്ള ഗോതമ്പ് തണ്ടുകൾക്കിടയിലൂടെ പാഞ്ഞു നടന്നു. അവളുടെ ചിരി അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവളുടെ ചെറിയ പാദങ്ങൾ ഭൂമിയിൽ മൃദുവായ ശബ്ദമുണ്ടാക്കി. ലാമി, ഓടാതെ നിൽക്കു കുഞ്ഞേ, അവളുടെ പിന്നിലായി ഓടിക്കൊണ്ട് പാർവൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ലാമി ഓട്ടം നിർത്തിയില്ല. അവൾ ആ പൊൻകടലിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ ചിരി വയലിലുടനീളം പ്രതിധ്വനിച്ചു. ഗോതമ്പിന്റെ തണ്ടുകൾ അവളെ കാഴ്ചയിൽ നിന്നും മറച്ചു. മുന്നോട്ട് വന്ന പാർവൻ അവളെ കാണാതെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു, ലാമി, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ലാമിയുടെ അടക്കിപ്പിടിച്ച ചിരി അവളുടെ മറഞ്ഞിരിക്കുന്ന സ്ഥലത്തെ ഒറ്റിക്കൊടുത്തു. പാർവൻ നിരാശനായി അഭിനയിച്ച് അവളുടെ ചിരി കേട്ടില്ല എന്ന് നടിച്ച് അവളിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. എന്നിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് കുതിച്ച് അവളെ കൈകളിൽ എടുത്തുയർത്തി കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കിട്ടിപ്പോയിടി പെണ്ണെ. ലാമി ആഹ്ലാദത്തിൽ ഉറക്കെ ചിരിച്ചു. അവളുടെ ചെറിയ കൈകൾ അയാളുടെ കഴുത്തിൽ ചുറ്റി അയാളെ കളിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, അടുത്ത തവണ അച്ഛൻ എന്നെ പിടിക്കാൻ പറ്റില്ല. പാർവൻ ചിരിച്ചുകൊണ്ട് അവളെ തോളിൽ കയറ്റി വീട്ടിലേക്ക് നടന്നു. വയലിന് കുറുകെ സ്വർണ്ണവർണ്ണങ്ങൾ വിതറി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. മലയുടെ പിന്നിൽ മറയുന്ന സൂര്യനെ നോക്കി ലാമി ചോദിച്ചു, അച്ഛാ, സൂര്യൻ എന്തിനാ മലയുടെ പുറകിൽ പോകുന്നത്? അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് പാർവൻ പുഞ്ചിരിച്ചു. സൂര്യൻ ഉറങ്ങാൻ മലയുടെ പിന്നിലുള്ള വീട്ടിലേക്ക് പോവാണ്, അയാൾ മറുപടി പറഞ്ഞു. അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അല്പം ആലോചിച്ചിട്ട് അവൾ ചോദിച്ചു, അപ്പോ അച്ഛാ, സൂര്യൻ അവിടെ ഉറങ്ങുവാണെങ്കിൽ അവിടുള്ള നദി സൂര്യന്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകില്ലേ? ചിലപ്പോൾ കരിഞ്ഞു പോകും. പാർവൻ അവളുടെ ഭാവനാപരമായ സംസാരം ആസ്വദിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതുകൊണ്ടാണോ മഴയില്ലാത്തപ്പോൾ നമ്മുടെ അരുവി വറ്റുന്നത്? അവൾ ചോദിച്ചു. ചിലപ്പോൾ അതായിരിക്കാം. അവളുടെ ചോദ്യത്തിന് മുന്നിൽ ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു. ഒരു വലിയ നിഗൂഢത പരിഹരിച്ചതുപോലെ അവൾ കൈകൊട്ടി. എന്നാൽ ഞാൻ മലയുടെ അപ്പുറം പോയി സൂര്യനോട് പറയും നമ്മുടെ നദിയിൽ ഉറങ്ങരുതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം കിട്ടുമല്ലോ. പാർവൻ അവളുടെ മുടിയിൽ തലോടി ചിരിച്ചു. മോളിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, വലുതാവുമ്പോൾ നമ്മുടെ താഴ്വരയിൽ വെള്ളമില്ലെങ്കിൽ മലയുടെ അപ്പുറം പോയി കൊണ്ടുവരാം. ലാമി ഗൗരവത്തിൽ മൂളിക്കൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. സൂര്യന്റെ സ്വർണ്ണ വെളിച്ചം അവരെ ആശ്ലേഷിച്ചു. അവരുടെ ചിരി അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ലാമി കണ്ണുകൾ തുറന്നു. അച്ഛനും സ്വർണ്ണവയലുകളും അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ഇന്നലെ വീട്ടുമുറ്റത്തെ മണ്ണിലാണ് കിടന്നത്. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയി. പക്ഷെ അമ്മയുടെ മരണം കഴിഞ്ഞ ആ രാത്രിയിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ അലട്ടിയില്ല. സ്വപ്നങ്ങളിൽ മുഴുവൻ അച്ഛനായിരുന്നു. ആ ചിന്തകൾ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകി. അവളുടെ മുകളിൽ കൂടി ഒരു ചൂട് കാറ്റ് വീശി. അവൾ ചുറ്റും നോക്കിയിരുന്നു. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം മരങ്ങൾക്ക് മുകളിലൂടെ എത്തി നോക്കി. വരണ്ടതും തരിശായതുമായ വയലുകൾ അവളുടെ മുന്നിൽ അനന്തമായി നീണ്ടു. വയലുകൾക്കരികിലായി ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ. അവൾ ദായുവിന്റെ വീട്ടിലേക്ക് നോക്കി. അടുക്കളയിൽ നിന്നും പുക ഉയരുന്നു. മാന്യ പാചകം തുടങ്ങിയിട്ടുണ്ടാകണം. മുൻപൊക്കെ രാവിലെ മുറ്റത്തേക്കിറങ്ങി നോക്കുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും പുക ഉയരുന്നത് കാണാം. ലാമി ഓർത്തു, കുട്ടിക്കാലത്ത് രാവിലെ ഏതെങ്കിലും വീട്ടിൽ നിന്നും പുക ഉയർന്നില്ലെങ്കിൽ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടും. അവരുടെ ഭക്ഷണം ആ വീട്ടുകാരുമായി പങ്കുവയ്ക്കും. ലാമി എഴുന്നേറ്റ് മുറ്റത്തെ തടിവീപ്പയ്ക്കരികിലേക്ക് നടന്നു. അതിൽ നിന്നും അല്പം വെള്ളമെടുത്ത് മുഖം കഴുകി പല്ല് തേച്ചു. മുഖം തുടച്ചുകൊണ്ട് അവൾ വയലിലേക്ക് ഇറങ്ങി. അവളുടെ കണ്ണുകൾ ദൂരെ അമ്മയെ അടക്കിയ ഭാഗത്തേക്ക് തിരിഞ്ഞു. പക്ഷെ അത് വീട്ടിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണുന്നതിലും അകലെയായിരുന്നു. അവൾ അവിടേക്ക് 1-2 ചുവടുകൾ വെച്ചു, പിന്നെ നിർത്തി. അവളുടെ നെഞ്ചിൽ ഒരു ഭാരം നിറഞ്ഞു. അവൾ ഓർത്തു, ഇതുപോലെയല്ല, താഴ്വര ഇനിയും പൂക്കുമ്പോൾ മാത്രമേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകൂ. അതിന്റെ സൗന്ദര്യം അമ്മ അർഹിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞ് ജോരികയുടെ അടുത്തേക്ക് നടന്നു. അവൾ അതിന്റെ അസ്ഥികൂട ശാഖകളുടെ അടിയിലായിരുന്നു മനസ്സിനെ അലയാൻ വിട്ടു. ഈ താഴ്വരയിൽ ഞാൻ എങ്ങനെ ജീവൻ കൊണ്ടുവരും? വരണ്ട ഭൂമിയിലേക്ക് നോക്കി അവൾ അത്ഭുതപ്പെട്ടു. ദൂരെ മലഞ്ചെരുവിൽ ഒരു ചലനം അവളുടെ കണ്ണിൽപ്പെട്ടു. അവിടെ ഒരു ചെന്നായ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവളുടെ കൂട്ടാളി ഉറൂദു ആയിരുന്നു അത്. അവർ തമ്മിലുള്ള വിചിത്രമായ ബന്ധം എങ്ങനെ ആരംഭിച്ചുവെന്നോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേനൽക്കാലത്ത് ലാമിക്ക് 13-14 വയസ്സുള്ളപ്പോൾ അവൾ വയലിലൂടെ നടക്കുമ്പോൾ കാടിന്റെ അരികിൽ പരിക്കേറ്റ ചെന്നായിക്കുട്ടി മുടന്തുന്നത് കണ്ടു. അവൾ അതിന്റെ അടുത്തേക്ക് നടന്നു. അവൾ അടുത്തെത്തിയപ്പോൾ അത് അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഓരോ തവണ അടുത്തെത്തുമ്പോഴും അത് അകന്നുപോകും. നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം അവൾ വീട്ടിലേക്ക് പോയി. അവിടെ അശ്മിനും ദായുവും വേട്ടയാടിക്കൊണ്ടുവന്ന കുറച്ച് മാനിറച്ചിയുമായി മടങ്ങി വന്നു. അവൾ മാംസം നിലത്ത് വെച്ചിട്ട് പിന്നിലേക്ക് മാറി അല്പം അകലെയായി നിന്നു. മടിച്ച് ചെന്നായ മുന്നിലേക്ക് വന്ന് അത് തിന്നു. അന്നു മുതൽ അവർക്കിടയിൽ പറയാത്ത ഒരു ബന്ധം വളർന്നു. ലാമി അതിനെ ഉറൂദു എന്ന് വിളിച്ചു. ഒരിക്കൽ പോലും അടുത്തു വന്നില്ലെങ്കിലും അവൻ പലപ്പോഴും വയലിന്റെ അരികിലും മലമടക്കുകളിലും നിന്ന് അവളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൾ അവന് ഭക്ഷണം നൽകി. അവളുടെ എല്ലാ സന്തോഷങ്ങളും അവൻ ദൂരെ നിന്ന് കണ്ടു. ഇന്ന് അവൾ അവനെ നോക്കുമ്പോൾ അവളുടെ സങ്കടം അവൻ അറിയാൻ കഴിയുമെന്ന് അവൾക്ക് തോന്നി. ഉറൂദു മാത്രമല്ല താഴ്വരയിൽ ലാമിയുടെ കൂട്ടാളികൾ.
വീട്ടിലുള്ള ആടുകളുമായും കനിര എന്ന ചുമന്ന പാണ്ടയുമായും ജോരികയുടെ മുകളിൽ കൂടുകൂട്ടിയിരുന്ന നൂറുകണക്കിന് പക്ഷികളുമായും അവൾ കൂട്ടുകൂടിയിരുന്നു. മരത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് തണൽ നഷ്ടമായതോടെ പക്ഷികളെല്ലാം പല സ്ഥലത്തേക്ക് പോയി. ആടുകളെയെല്ലാം വിറ്റു. കനിരയെ ഇപ്പോൾ കാണാനില്ല. അത് കാടിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകും. ലാമി, പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കയ്യിൽ ഭക്ഷണപ്പൊതിയുമായി ദായു നിൽക്കുന്നു. അവൻ അവളുടെ അരികിലിരുന്നു. കയ്യിലുള്ള പൊതി അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കഴിക്ക്. നീ ഇന്നലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും വിശപ്പിനെക്കുറിച്ച് മറന്നുപോയെന്നും ലാമി അപ്പോഴാണ് ആലോചിച്ചത്. അവൾ ആ പൊതി വാങ്ങി. അതിൽ നിന്നും ഒരു കഷ്ണം റൊട്ടിയെടുത്ത് പതിയെ കഴിക്കാൻ തുടങ്ങി. അവൾ ദായുവിനോടൊന്നും സംസാരിച്ചില്ല. ദായുവിൻ്റെ ഹൃദയം ഭാരപ്പെട്ട് അവളെ നോക്കി. ഒരിക്കൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ സംസാരം നിർത്താൻ കഴിയാതിരുന്ന പെൺകുട്ടി ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളും നഷ്ടങ്ങളും പേറി നിശബ്ദയായിരിക്കുന്നു. അവൻ പതിയെ അവളോട് പറഞ്ഞു, ലാമി, ഇന്നലെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു. അമ്മ മരിച്ച നിന്റെ വിഷമം പോലും ഞാൻ മനസ്സിലാക്കിയില്ല. നീ എൻ്റെ ഒപ്പം വരുന്നതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അവൾ തലയാട്ടി. എനിക്ക് മനസ്സിലാകും ദായു. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ദായു പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ലാമി. ദത്തേയുവിൻ്റെ കടം തീർക്കാൻ എനിക്ക് കഴിയില്ല. കരാർ അടുത്ത ആഴ്ച അവസാനിക്കും. ഞങ്ങളുടെ കളപ്പുരയിലെ അവസാനത്തെ ധാന്യങ്ങളാണിത്. ഇതുകൂടി തീർന്നാൽ അവൻ പാതി വഴിക്ക് നിർത്തി. ഒരു നേർത്ത പുഞ്ചിരിയോടെ ലാമി അവനെ നോക്കി. അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ സംരക്ഷണം ആവശ്യമാണ്. ഇനിയും അവരിവിടെ നിന്നാൽ കൂടുതൽ കഷ്ടപ്പെടുകയുള്ളൂ. നീ അവരുമായിട്ട് പൊയ്ക്കോ ദായു. എന്നെക്കുറിച്ച് ഓർക്കണ്ട. ഞാനിവിടെ സുരക്ഷിതയാണ്. ദായു ഒന്നും മടിച്ചു. പിന്നീട് തലയാട്ടി. ഞാൻ എല്ലാ ആഴ്ചയും നിന്നെ കാണാൻ വരും. ഒന്ന് നിർത്തിയിട്ട് അവൻ തുടർന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരാം. അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവനെ തോളിൽ പിടിച്ച് തള്ളി. എടാ മണ്ട, എല്ലാ ദിവസവും ഇത്രയും ദൂരം നടന്ന് നീ എങ്ങനെ വരും? പട്ടണത്തിൽ നിനക്ക് കിട്ടിയ ജോലി പോകും. നീ ആഴ്ചയിൽ ഒരിക്കൽ വന്നാൽ മതി. ഈ താഴ്വരയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ പിന്നെ നീ എന്നെ വിട്ടു പോകരുത്. ഞാൻ നിനക്കായി എപ്പോഴും ഇവിടെ ഉണ്ടാകില്ലാമീ, അവൻ ആത്മാർത്ഥമായി പറഞ്ഞു. അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. ഒടുവിൽ ദായു ചോദിച്ചു, നീ അമ്മയുടെ അടുക്കൽ പോയില്ലേ? ഇല്ല, അതിനുള്ള സമയമായിട്ടില്ല, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദായു സംശയത്തോടെ അവളെ നോക്കി. അവൾ ശാന്തമായി തുടർന്നു. എനിക്ക് സങ്കടമില്ല ദായു. സത്യത്തിൽ അമ്മയുടെ മരണം ഒരു അനുഗ്രഹമാണ്. അമ്മ ഒരുപാട് അനുഭവിച്ചു. ഇതുതന്നെയാണ് അമ്മയ്ക്ക് ഏറ്റവും നല്ലത്. എൻ്റെ അച്ഛനും അമ്മയും തന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതുമതി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ. അവൾ തുടരുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ദായു, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു. ഞങ്ങൾ വയലിലൂടെ നടക്കുകയായിരുന്നു. അവ പഴയതുപോലെ ജീവനുള്ളതും സ്വർണ്ണ നിറവുമായിരുന്നു. അതൊരടയാളമല്ലേ? ജീവൻ ഇവിടെ തിരിച്ചെത്തുന്നതിനുള്ള അടയാളം. ദായു അവളെ നോക്കി. പ്രതീക്ഷയുടെ ഒരു തിളക്കം അവൻ്റെ ഹൃദയത്തെ കുളിർപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയേറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവൾക്കുള്ളിൽ മങ്ങാതെ കിടക്കുന്ന ആത്മവിശ്വാസം കണ്ട് അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ലാമി അവനോട് ചോദിച്ചു, ദായു, നീ പോകുന്നതിന് മുമ്പ് പണ്ടത്തെ പോലെ എൻ്റെ കൂടെ വയലിലൂടെ നടക്കാമോ? അവൻ തലയാട്ടി. അവർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എഴുന്നേറ്റു. ലാമി മലയുടെ അരികിലേക്ക് നോക്കി. ഉറൂദുവിനെ അവിടെ കാണാനില്ല. അവൻ വീണ്ടും അപ്രത്യക്ഷനായിരിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് വയലിലൂടെ നടന്നു. ലാമി പഴയ സന്തോഷകരമായ ദിവസങ്ങളെക്കുറിച്ച് നിർത്താതെ സംസാരിച്ചു. അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് ദായുവിന് തോന്നി. അവളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവൻ അവളുടെ ഒപ്പം നടന്നു. ഒരു നിമിഷം താഴ്വരയ്ക്ക് വീണ്ടും ജീവനുള്ളതുപോലെ തോന്നി.